പത്തനംതിട്ട കോന്നിയിൽ കാട്ടാന ഷോക്കേറ്റ് ചെറിഞ്ഞ കേസിൽ കസ്റ്റഡിയിലെടുത്തയാളെ KU ജനീഷ് കുമാർ MLA ബലമായി മോചിപ്പിച്ചെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആരോപണം. പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്ത മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഡ്രൈവറെ മോചിപ്പിച്ചു എന്നാണ് ആക്ഷേപം. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. നിയമമാണെന്ന് ചോദിച്ചോളൂ. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടിക്രമങ്ങളുണ്ട്. അറസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത പേപ്പർ കാണിക്കുക, അറസ്റ്റ് ചെയ്ത പേപ്പർ കാണിക്കുക. രേഖപ്പെടുത്തിയില്ലേ? പിന്നെ കൈ കോളം പിടിച്ച് വെക്കാനോ? എടുക്കേ, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. എടുക്കേ, ഇതെന്താ തോന്നിയാ? മനുഷ്യരെ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും പരിധികളുണ്ട്. മനസ്സിലായല്ലോ? പരിധികളുണ്ട്. അവിടെ മനുഷ്യൻ ചാകാൻ തുടങ്ങുക. ആന കയറി താന്തേലാടിയെ കാണിക്കാൻ തുടങ്ങിയേക്കുന്നു. പോലീസാണെന്ന് പറഞ്ഞ് കത്തിക്കും. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും. മനസ്സിലായോ? എടാ, അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുക. ആന വന്നിറങ്ങുന്നത്. എന്നിട്ട് പാവങ്ങളെല്ലാം പിടിച്ചോണ്ടെങ്കിൽ പോരുക. എന്നിട്ട് നിങ്ങൾക്ക് യഥാർത്ഥം പ്രതിയാക്കുക. എന്ത് ആനന്ദേ നിങ്ങൾ കസ്റ്റഡി താണെന്തേ? വാ, നിനക്കെന്താ ഇല്ലാത്ത റോള്? നിനക്കെന്താ റോള്? എന്തിനാ വിളിച്ചോണ്ട് വന്നേ? ആനന്റെ ആന ചത്തു. നീ എന്ത് ചെയ്തു? അല്ല, എനിക്കങ്ങനെ തീർക്കൊന്നും വേണ്ട. എനിക്കൊരു എന്നാൽ ആളുകളെ നിയമവിരുദ്ധമായി ഭീഷണിപ്പെടുത്തി കസ്റ്റഡിയിലെടുത്തതാണ് ചോദ്യം ചെയ്തത് എന്ന് KU ജനീഷ് കുമാർ MLA 24 പറഞ്ഞു. ആരെയും ബലമായി മോചിപ്പിച്ചിട്ടില്ല എന്നും MLAയുടെ വിശദീകരണം. ആളുകൾക്ക് എല്ലാം, പാവപ്പെട്ട ആളുകളെല്ലാം ഭീഷണിപ്പെടുത്തി ഈ കേസ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ആ ഒരു ഘട്ടത്തിലാണ് അവിടെ അങ്ങനെ ഒരു ഇടപെടൽ നടത്തേണ്ടി വന്നത്. ഞാൻ ആരെയും മോചിപ്പിച്ചിട്ടില്ല. ഞാൻ അവിടെ പോകുമ്പോൾ ഈ ജനങ്ങളുണ്ട്, ജനപ്രതിനിധികളുണ്ട്, പോലീസ് DYSP ഉണ്ട്. അവരുടെ എല്ലാം സാന്നിധ്യത്തിലാണ് പോയത്. അവരുടെ എല്ലാം ഇടപെടൽ അതാണ് അവിടെ ഉണ്ടായതില്ല. പോലീസ് തന്നെയാണ് പരിശോധിച്ചത്. മണിക്കൂറുകൾ കൊണ്ടുപോയി ഷർട്ടൂരി ലോക്കപ്പിനകത്ത് വെച്ച് ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അത് ഒരാളാണെ പോട്ടെ, ഒരാളെ സംശയം. ഇന്നലെ മാത്രം 11 പേർ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ വിവരങ്ങൾ നൽകും. ജയശങ്കർ, ഇക്കാര്യത്തിൽ MLAയുടെ വിശദീകരണം വന്നു. പാർട്ടി CPM എന്താണ് പറയുന്നത്? MLAയെ ന്യായീകരിക്കുന്നുണ്ടോ CPM നേതാക്കൾ? വനം വകുപ്പിന്റെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ലഭ്യമായിട്ടുണ്ടോ? വനം മന്ത്രിക്ക് ഇതിനെപ്പറ്റി വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. എന്താണ് ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്നത് ഈ വിഷയത്തിൽ? അതായത് വിജയകുമാർ, ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട കോന്നി DFOക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ DFO വിവരം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ DFOയുടെ പ്രതികരണത്തിനുൾപ്പെടെ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം നിലവിൽ ഔദ്യോഗികമായി ഇത്തരത്തിൽ പരസ്യമായി മാധ്യമങ്ങൾക്കൊരു പ്രതികരണം നൽകുന്നില്ല എന്നൊരു നിലപാടാണ് വൈകിട്ടോടുകൂടി നമ്മൾ സമീപിച്ച ഘട്ടത്തിൽ അറിയിച്ചത്. എന്തായാലും ഈ വിവാദം പുകയുന്നതിനിടെ KU ജനീഷ് കുമാർ MLA നിലപാട് ആവർത്തിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. തല പോയാലും ജനങ്ങൾക്കൊപ്പം എന്ന തലക്കെട്ടോടുകൂടി സമൂഹ മാധ്യമങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വന്നിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റാണ് ഉള്ളത്. ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് വിളിക്കാവുന്ന സംഭവത്തിൽ നാട്ടിലാകെ ഭീതി സൃഷ്ടിച്ചുകൊണ്ട് സാധാരണക്കാരനെ പ്രതിസന്ധിയിലാക്കി കസ്റ്റഡിയിലെടുക്കാൻ അനുവദിക്കില്ല എന്നാണ് MLA ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഈ ഇന്നലത്തെ കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് സ്റ്റേഷനിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ കണ്ടു. അത്തരം പരാമർശങ്ങൾ നാട്ടുകാർക്കും വേണ്ടി ഉയർത്തിയ പ്രധാന വിഷയമാണ്. ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെ സമീപനം അംഗീകരിക്കില്ലെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി തൻ്റെ നിലപാട് ആവർത്തിക്കുകയാണ് KU ജനീഷ് കുമാർ MLA. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇദ്ദേഹം ഇത്തരത്തിൽ ഈ ആന ചെരിഞ്ഞ ഭൂമി കരാറിനെടുത്ത തൊഴിലാളിയുടെ സഹായിയെ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ടാണ് സ്റ്റേഷനിൽ ചെന്ന് വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത് എന്നത്. അവിടെ ഉദ്യോഗസ്ഥരെ ദൃശ്യങ്ങളിൽ കണ്ട പോലെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അതിനെ അദ്ദേഹം ന്യായീകരിക്കുകയാണ്. താൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇടപെട്ടത്. ഇനിയും അത്തരം ഇടപെടലുകൾ ഉണ്ടാവും. ആ ഇടപെടലുകളിൽ നിന്ന് ഒരു വ്യത്യാസവുമില്ല, ജനങ്ങൾക്കൊപ്പം തന്നെ എന്ന് KU ജനീഷ് കുമാർ ആവർത്തിക്കുന്നു. പക്ഷേ അപ്പോൾ പോലും ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത അതൃപ്തിയാണുള്ളത്. നിരന്തരമായി MLA വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുന്നു. ഇത്തരത്തിൽ തങ്ങളുടെ അധികാര പരിധിയിൽ ഇടപെട്ടുകൊണ്ട് കസ്റ്റഡിയിലെടുത്ത മൊഴി രേഖപ്പെടുത്താൻ കസ്റ്റഡിയിലെടുത്ത
ഒരാളെ കൊണ്ടുപോകുന്നത് അധികാര പരിധിയിലേക്കുള്ള ഇടപെടലെന്നാണ് ഉദ്യോഗസ്ഥരുടെ ആക്ഷേപം. ഉദ്യോഗസ്ഥരുടെ സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമായി MLA-ക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ കോന്നി ആനക്കുട്ടിൽ കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ടും MLA ഉദ്യോഗസ്ഥർക്കെതിരെ രംഗത്ത് വന്നിരുന്നു. പിന്നാലെ ഉദ്യോഗസ്ഥർക്കെതിരെ കണ്ണിൽ പൊടിയിടാൻ നടപടിയുമായി വനം വകുപ്പ് വന്നു. കഴിഞ്ഞ ദിവസമാണ് ആ നടപടി പിൻവലിച്ചത്. എന്തായാലും MLA വനം വകുപ്പ് ഉദ്യോഗസ്ഥ പോര് പത്തനംതിട്ടയിൽ തുടരുകയാണ്. പാർട്ടി നിലപാട് എന്തായിരിക്കും എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. പക്ഷേ അവർക്ക് ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നത് മാത്രമായിരിക്കാം ഒരുപക്ഷെ CPM-നെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ എടുക്കാവുന്നൊരു നിലപാട്. എന്തായാലും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഇടപെടലിൽ മന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലോ മറ്റു കാര്യങ്ങളോ നടത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും മന്ത്രിക്കുൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പോയിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയുന്നത്. ഈ ഉദ്യോഗസ്ഥ MLA പോര് തുടരുന്നുണ്ട്. അപ്പോഴും MLA ജനങ്ങൾക്കൊപ്പം താൻ എടുത്ത നിലപാടുകളെല്ലാം ജനത്തിന് വേണ്ടിയാണ്, അതിലൊരു പശ്ചാത്താപവുമില്ല എന്ന് ആവർത്തിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ആവർത്തനം. പക്ഷേ ഉദ്യോഗസ്ഥർ അതൃപ്തിയിലാണ്. അവരുടെ അടുത്ത നീക്കങ്ങൾ എന്താവുമെന്ന് അറിയില്ല. ഈ കസ്റ്റഡിയിലെടുത്ത വ്യക്തി ഇറക്കിക്കൊണ്ടുപോയ സംഭവത്തിൽ അവിടെ DSPയുടെ ഉൾപ്പെടെ സാന്നിധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കേസെടുത്ത് നിയമ വഴിയിലേക്ക് നീങ്ങുമോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാനുണ്ട്. വനം വകുപ്പിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രതികരണം ലഭിച്ചിട്ടില്ല. ഇനി വനം വകുപ്പിൻ്റെ നീക്കങ്ങൾ നിർണായകമാണ്. ഒപ്പം KU ജനീഷ് കുമാർ MLA-യുടെയും. വിജയകുമാർ. ഈ വിഷയത്തിൽ CPM ജില്ലാ സെക്രട്ടറിക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി അറിയേണ്ടതുണ്ട്. വൈകാതെ അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. തല പോയാലും ജനങ്ങൾക്കൊപ്പം എന്നാണ് ജനീഷ് കുമാർ ഏറ്റവും ഒടുവിൽ ഇട്ടിരിക്കുന്ന FB പോസ്റ്റ്. അതിൽ അവസാനം ഇങ്ങനെ പറയുന്നു: ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്ന് നയിക്കും, തല പോയാലും ജനങ്ങൾക്കൊപ്പം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പുറത്തു വന്ന വീഡിയോയിലെ 1-2 പരാമർശങ്ങൾ മാധ്യമങ്ങൾ വിമർശിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതിലൊന്ന് വീണ്ടും നക്സലുകൾ വരും, ഇത് കത്തിക്കും എന്ന് പറയുന്നുണ്ട്. ആ പരാമർശമൊക്കെ ആയിരിക്കാം ഇതിനോടകം വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്ത്. അത്തരം പരാമർശങ്ങളല്ല. ആ നാടും അവർക്ക് വേണ്ടി ഞാൻ ഉയർത്തിയ വിഷയവുമാണ് പ്രധാനം. ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സമീപനത്തിൽ പല തീവ്ര സംഘടനകളും ജനങ്ങൾക്കിടയിൽ ദുഷ്പ്രചരണം നടത്തി മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്ന ഘട്ടത്തിലാണ് അങ്ങനെ പരാമർശം നടത്തേണ്ടി വന്നത് എന്നുകൂടി MLA പറയുന്നുണ്ട്. ആ പരാമർശം വിവാദമായത് MLA-യുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത് AV ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന്.